വെൽക്കം. റഹ്മാനാണ്. ഈ വീഡിയോ ആന്റി റിട്രോ വൈറൽ മരുന്നുകളെ കുറിച്ചിട്ടാണ്. HIV-ക്കെതിരെ, എയ്ഡ്സിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. HIV ലാസ്റ്റ് ഗ്രൂപ്പ് മരുന്നുകളാണ് ഇനി നമ്മൾ പറയാ. ദീസ് ആർ പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ്. പ്രോട്ടിയേസ് പ്രോട്ടീനെ കണ്ടിക്കുന്നത് ആരോ, അതാണ് പ്രോട്ടിയേസസ്. അതിനെ തടയുന്ന മരുന്ന്. HIV പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് വലിയൊരു പ്രോട്ടീൻ ആയിരിക്കും. പോളി പ്രോട്ടീൻ ആണ്, അല്ലെങ്കിൽ ഒറ്റ ഒരു പ്രോട്ടീൻ ആണ്. ഇതിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രോട്ടിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം തന്നെ വേണമെങ്കിൽ അതിനൊന്ന് കട്ട് ചെയ്യണം. ദെൻ ഇവിടെ നമുക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വേണം, അല്ലെ? ഇങ്ങനെയുള്ള ഓരോന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കട്ട് ചെയ്യണം. എന്നാലാണ് പുതിയ വൈറസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ വൈറസിന്റെ ക്യാപ്സിറ്റിനകത്തേക്ക് 3 സംഭവങ്ങൾ വെച്ച് കൊടുക്കണമെങ്കിൽ ഒറിജിനൽ സാധനം കിട്ടും. വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം കളയുന്നതിന് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. സോ ഇപ്പോൾ ഉദാഹരണം പ്രോ ഇൻസുലിൻ, നമ്മുടെ അത് നമ്മൾ ഇൻസുലിൻ ആക്കുന്നത് പോലെ അത് സെയിം പരിപാടിയാണ്. സോ ഈ വൈറൽ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ടുള്ള എൻസൈമാണ് പ്രോ. സോ ഇതിനെ തടയുന്ന മരുന്നുകളാണ് അപ്പോൾ പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. എല്ലാം തന്നെ നാവിർസ് ആണ്. ഓർത്തിരിക്കുക, നാവിർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ദീസ് ആർ നത്തിങ് ബട്ട് പ്രോട്ടിയേസസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ആൻഡ് ഇത് തടഞ്ഞു കഴിയുമ്പോഴത്തേക്കും വൈറസിനകത്ത് ഓരോ പ്രോട്ടിയേസ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഓരോ എൻസൈംസും കൊടുക്കാനായിട്ട് പറ്റാതെ വരികയും ഇതിന്റെ ഇൻഫെക്ടിവിറ്റി മൊത്തം കുറയുകയും ചെയ്യും. HIV ഒന്നിലും ഫലമുണ്ട്, 2ലും ഫലമുള്ള ഓറൽ മരുന്നുകളാണ് ഇതിലധികവും. നാവിർസ്. ആൻഡ് ഏറ്റവും ഫേമസ് നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളത് റിറ്റോ ആണ്. നാവിർ കേട്ടിട്ടുണ്ടാവും. വെച്ചിട്ട് നമുക്ക് 2 ഉണ്ട്. ഒന്ന് അറ്റാസനാവിർ ആണ് ഒരെണ്ണം. പിന്നെ ഉള്ളത് ആംപ്രിനാവിർ ആണ്. ആംപ്രിനാവിർ. ഇതിന്റെ തന്നെ ഒരു ഫോസ് വെറൈറ്റി ഉണ്ട്. ഫോസ് ആംപ്രിനാവിർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. വെച്ചിട്ട് ഡാരുനാവിർ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ പിന്നെ ഉള്ളത് ഇൻറ്റിനാവിർ ആണ്. ഇൻറ്റിനാവിർ. ലോപ്പി ഉണ്ട്. ദെൻ നെൽഫിനാവിർ ഫേമസ് മരുന്നാണ്, നെൽഫിനാവിർ എന്ന് പറയുന്നത്. ദെൻ സാക്യൂ ഉണ്ട്. സാക്യൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ടിപ്രാനാവിർ എന്ന് പറയുന്ന മരുന്നുണ്ട്. ആൻഡ് ഈ മരുന്നുകളുടെ എല്ലാം അഡ്വേഴ്സ് എഫക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മെറ്റബോളിക് അഡ്വേഴ്സ് എഫക്ട് ആണ്. മെറ്റബോളിക് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. 1 ഗ്ലൂക്കോസ് ലെവൽ കൂട്ടലാണ്. 2 ഹൈപ്പർ ലിപ്പിഡ് ലെവൽ വർദ്ധിക്കുക. സോ ഹൈപ്പർ ഗ്ലൈസീമിയ ആൻഡ് ഇൻക്രീസ് ഡിസ്ലിപ്പിഡീമിയ പോലെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. ഗ്ലൈസീമിയ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടറിനെ തടയും. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 4 തടയുന്നതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാക്കുക. ഡിസ്ലിപ്പിഡീമിയ ഉണ്ടാകാനുള്ള കാരണം ഇൻക്രീസ്ഡ് ട്രൈഗ്ലിസറൈഡ്സ് ആൻഡ് ഓൾസോ ഇൻക്രീസ്ഡ് കൊളസ്ട്രോൾ. വെയിറ്റ് ഗെയിൻ ഒക്കെ കൂടും. മിക്കവാറും എയ്ഡ്സ് മരുന്നുകളൊക്കെ കൂട്ടുന്നുണ്ട്. ആൻഡ് ലിപ്പിഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് ലിപ്പോഡിസ്ട്രോഫി എന്ന് പറയുന്ന പ്രശ്നം. നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വയറ്റിൽ ഫാറ്റ് കൂടുതലാണ്. ഇവിടെ വയറ്റിലാണ് ഫാറ്റ് കൂടുതൽ. അബ്ഡോമിനൽ ഒബിസിറ്റി ഉണ്ടാകും. കാലുകളൊക്കെ ശോഷിച്ചു വരികയും ചെയ്യും. വേസ്റ്റിംഗ് ഓഫ് ലിംസ് എന്ന് പറയും. ആൻഡ് മെറ്റബോളിക് സൈഡ് എഫക്ട് ഏറ്റവും കുറവ് ഇതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റാസനാവിറിനാണ്. ഈ മെറ്റബോളിക് സൈഡ് എഫക്ട് ഏറ്റവും കുറവ് ഉള്ള മരുന്ന്. ഫോസാംപ്രിനാവിറിനും അപ്പൊ കുറച്ചായിരിക്കും. ആൻഡ് ദിസ് ഇൻറ്റിനാവിർ എന്ന് പറയുന്ന മരുന്ന് ദിസ് ക്യാൻ കോസ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം നെഫ്രോലിത്യാസ് ആണ്. നെഫ്രോ മീൻസ് കിഡ്നിയാണ്. ലിത്തിയ മീൻസ് കല്ലാണ്. കിഡ്നിയിൽ കല്ലുണ്ടാകുന്നു. റീനൽ സ്റ്റോൺസ് ഉണ്ടാകുന്നു. ദെൻ നെഫ്രോപ്പതി ഉണ്ടാകുന്നു. ആൻഡ് ദിസ് ഡ്രഗ് ഈസ് നോട്ട് നൗ യൂസ്. ഉപയോഗിക്കുന്നില്ല. ആൻഡ് റിറ്റോനാവിർ ഫേമസ് മരുന്നിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പെരി ഓറൽ പാരാസ്തീഷ്യാണ്. വായന ചുറ്റുമുള്ള വേദന അറിയാത്ത പെരി ഓറൽ പാരാസ്തീഷ്യ എന്ന പ്രശ്നം ഉണ്ടാക്കും. സാക്വിനാവിറിന്റെ ആണ് ഓർക്കാൻ പറഞ്ഞത്. ക്യൂറ്റി പ്രൊലോങ്ങേഷൻ ഉണ്ടാക്കും എന്നതുകൊണ്ടാണ്. ടിപ്രാനാവിറിന്റെ പ്രശ്നം ഹെപ്പാറ്റോടോക്സിസിറ്റി ആണ്. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ കോസ് ഇൻട്രാക്രീനിയൽ ഹെമറേജ് ഉണ്ടാക്കാം. എല്ലാ മരുന്നും നമുക്ക് എഴുതാവുന്നത് ഗ്യാസ്ട്രിക് സൈഡ് എഫക്ട് നമുക്ക് എഴുതാം. നൗസിയ, വോമിറ്റിംഗ്, ഡയേറിയ ധൈര്യമായിട്ട് എഴുതാം. അസ്റ്റീനിയ നമുക്ക് എഴുതാം. ഹെഡേക്ക് നമുക്ക് എഴുതാം. ആൻഡ് അറ്റാസനാവിറിന്റെ മാത്രം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈപ്പർ ബിലിറൂബിനീമിയ ആണ്. ബിലിറൂബിനീമിയ എന്ന് പറയുന്ന പ്രശ്നം അത് ഇൻറ്റിനാവിറിന് ഉണ്ടാക്കാം. പക്ഷേ ഇൻറ്റിനാവിർ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ആൻഡ് ഇതിൽ റിറ്റോനാവിർ നമ്മൾ ഫേമസ് ആണെന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. റിറ്റോനാവിർ ഇസ് എ CYP3A4 ഇൻഹിബിറ്റർ ആണ്. ഇൻഹിബിറ്റർ ഓഫ് CYP3A4 ആണ്. ആൻഡ് ഇതിലെ മറ്റു മരുന്നുകളൊക്കെ പക്ഷേ CYP3A4 വഴി നശിച്ചു പോകുന്ന മരുന്നുകളാണ്, അല്ലെ? അതുവഴി നശിപ്പിക്കുന്ന മരുന്ന്. ഇപ്പൊ ലോപിനാവിർ ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ദെൻ ഇൻറ്റിനാവിർ, സാക്കനാവിർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഒപ്പം നമ്മൾ കുറച്ച് റിറ്റോനാവിർ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ CYP3A4 തടയാം. അപ്പോൾ ഇതിന്റെ ആക്ഷൻ കൂടുതൽ കിട്ടും. നമ്മൾ നേരെ കോബിസിസ്റ്റാറ്റ് കൊടുത്ത അതേ
മെക്കാനിസം തന്നെ. സോ ഇറ്റ്സ് എ ബയോ ബൂസ്റ്റർ ആണ്. സോ റിറ്റനാവിർ നമ്മൾ മരുന്നായിട്ടും ബയോ ബൂസ്റ്റർ ആയിട്ടും കൂടി ചേർക്കാം, ഒരേ സമയം നമുക്ക് ഉപയോഗിക്കാം. ഫാർമക്കോകൈനറ്റിക് എൻഹാൻസർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നെൽഫിനാവിറിനൊപ്പം വേണോ എന്ന് ചോദിച്ചാൽ നെൽഫിനാവിറിനൊപ്പം ഇത് ചേർക്കേണ്ട ആവശ്യം ഇല്ല. ആൻഡ് ഇനി നമുക്ക് പറയാനുള്ളത് ലാസ്റ്റ് HIV-ലെ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് കോമ്പിനേഷനിലൊന്ന് ടെൽ ആണ്. ടെൽ T സ്റ്റാൻഡ്സ് ഫോർ ടെനോഫോവിർ ആണ്. ദെൻ E സ്റ്റാൻഡ് ഫോർ എഫാവിറൻസ് ആണ്. പക്ഷേ ഇപ്പോൾ എഫാവിറൻസിന് പകരം ഡോലൂട്ടാഗ്രാവിർ ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. ദെൻ ലാമിവുഡിൻ ആണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് ടെനോഫോവിറിന്റെ ഒപ്പം എംട്രിസിറ്റാബിൻ എന്ന മരുന്നും ദെൻ എൽവിറ്റാഗ്രാവിർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ കോബിസിസ്റ്റാറ്റ് കൂടി കൊടുക്കാറ്. സോ ദിസ് ഇസ് പുതിയ ഉപയോഗങ്ങളാണ്. ആൻഡ് ഫൈനലി നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. HIV-യിലുള്ള ആൾക്കാർക്ക് HIV-യിൽ ഡയേറിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുക്കുക ഒക്ട്രിയോടൈഡ് എന്ന് പറയുന്ന സൊമാറ്റോസ്റ്റാറ്റിൻ അനലോഗാണ് നമ്മൾ സാധാരണ അവർ കൊടുക്കുക. ഇപ്പോൾ ഒരു പുതിയ മരുന്നുണ്ട് CFTR ട്രാൻസ്പോർട്ടർ മരുന്നായിട്ടുള്ളത് ക്രോഫെലമർ എന്ന് പറയുന്ന ഒരു മരുന്ന് ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വയറിളക്കത്തിന് നമുക്ക് കൊടുക്കാം, HIV-യിലുള്ള വയറിളക്കം. ദെൻ HIV ഇൻഡ്യൂസ്ഡ് ലിപ്പോഡിസ്ട്രോഫി ഉണ്ടാക്കുന്നു നമ്മൾ പറഞ്ഞു. ഈ ലിപ്പോഡിസ്ട്രോഫി തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ അതിനൊരു മരുന്നുണ്ട്. ആ മരുന്നിന്റെ പേര് ടെസാമോറെലിൻ എന്നാണ്. റിലിൻസ് നമ്മൾ എവിടെ കേട്ടത് ഗ്രോത്ത് ഹോർമോണും അല്ലെങ്കിൽ GnRH ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ദിസ് GHRH മരുന്നാണ്, ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഫാക്ടർ ആണ് ദിസ് ടെസാമോറെലിൻ എന്ന് പറയുന്ന റിലിൻസ്. സോൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.